ലോകത്തിന്റെ യജമാനന്മാരെ പാവത്തിൽ ആകാശസീമകളിൽ ദശകങ്ങളായി അപ്രമാദിത്യം നടിച്ചിരുന്ന അമേരിക്കൻ സൈനിക ശക്തിക്ക് ഇറാന്റെ മണ്ണിൽ കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ അളവറ്റ ആയുധബലത്തിന്റെയും പിൻബലത്തിൽ ഇറാനെ നിഷ്പ്രഭമാക്കാമെന്ന വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടലുകൾ ഒന്നൊന്നായി പിഴയ്ക്കുന്ന കാഴ്ചയാണിന്ന് ലോകം കാണുന്നത്. 2 ദശാബ്ദത്തിലേറെയായി ആഗോളതലത്തിൽ ആരും വെല്ലുവിളിക്കാനില്ലായിരുന്ന അമേരിക്കൻ വ്യോമസേനയ്ക്ക് ഇറാന്റെ തദ്ദേശീയ മിസൈൽ സാങ്കേതികവിദ്യ നൽകുന്നത് ഒരിക്കലും മറക്കാനാവാത്ത തിരിച്ചടിയാണ്. ഈ പോരാട്ടം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിൽക്കുന്ന ഏകധ്രുവ ലോകക്രമത്തിന്റെ തകർച്ചയുടെ തുടക്കം കൂടിയാണ്. അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളായ F-50E സ്ട്രൈക്ക് ഈഗിളും കരസേനയ്ക്ക് കവചമൊരുക്കുന്ന A-10 തണ്ടർ ബോൾട്ടും പേർഷ്യൻ ആകാശത്ത് വെടിയേറ്റ് വീഴുമ്പോൾ അവിടെ തകരുന്നത് വെറും വിമാനങ്ങൾ മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോള ആധിപത്യം കൂടിയാണ്. ഇറാന്റെ മിസൈൽ ശേഷിയും ഡ്രോൺ കരുത്തും താൻ പൂർണ്ണമായും തകർത്തു എന്ന് വീരവാദം മുഴക്കിയ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ വെറും പൊള്ളയാണെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലും സുരക്ഷിതമായി പറന്നിരുന്ന കാലം അവസാനിച്ചിരിക്കുന്നുവെന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നു. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും ആധുനിക ആയുധങ്ങളില്ലാത്ത വിമതരോട് പോരാടി ശീലിച്ച അമേരിക്കൻ പൈലറ്റുമാർക്ക് ഇറാൻ എന്ന കരുത്തുറ്റ ശത്രുവിന്റെ പ്രഹരശേഷി ഉൾക്കൊള്ളാനായിട്ടില്ല. അത്യാധുനിക F-50 വിമാനങ്ങൾ പോലും ഇറാന്റെ തോളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾക്ക് മുന്നിൽ നിസ്സഹായരാകുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തിന് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.